ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പാനിഷ് കേരള ഫ്യൂഷനാണ്. ചിക്കൻ പാലിയ. നമ്മൾ ഉണ്ടാക്കുന്നത് പാലക്കാടൻ മട്ട അരി വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ കേരള സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റിന് വെക്കുന്നുണ്ട്. ഓക്കെ, 30 മിനിറ്റിന് ശേഷം ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് അതിലിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഫസ്റ്റ് ഭാഗം ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട് ഒരു ഭാഗം. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ ചിക്കനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നല്ലപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കും, നല്ലൊരു ഗോൾഡൻ കളറിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ഭാഗം നല്ലപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ചിക്കൻ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചിക്കൻ പാലിയ എന്ന് പറഞ്ഞ ഒരു സ്പാനിഷ് ഡിഷാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ വെണ്ടക്ക എടുത്തിട്ടുണ്ട്. അതൊരു ഗാർണിഷിന് വേണ്ടി എടുത്തതാണ്. അതും അതിലിട്ട് ആ ഓയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഒരു 2 ചെറിയ സബോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അതും നല്ലപോലെ സോട്ട് ചെയ്ത് അതിൻ്റെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ ഞാനിവിടെ 1 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് നടുകീകിയത് അതും ഇട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും നല്ലപോലെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ചോപ്പ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ സോട്ട് ചെയ്തു. തക്കാളി ഉടഞ്ഞ് ഇതേപോലെ തക്കാളി ഉടഞ്ഞ് വരുമ്പോൾ നമുക്ക് പൊടി ഇടാം. ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഞാനിവിടെ പാപ്രിക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സ്പൈസസിൻ്റെ നല്ല മണം വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കുറച്ച് ഗ്രീൻ ബീൻസും, ഞാനിവിടെ ഫ്രോസൺ ആണ് എടുത്തിട്ടുള്ളത്, ഫ്രഷ് ആയിട്ട് എടുക്കാം. അതൊരു ഏകദേശം ഒരു 50 ഗ്രാം വെച്ചുണ്ടാവും രണ്ടും. അതും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ 3 കളർ അവൈലബിൾ ആയതുകൊണ്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ ഗ്രീൻ മാത്രം എടുത്താൽ മതി കേട്ടോ. അതും ഇതേപോലെ വലുതായി കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുത്തിട്ട് സോട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഞാനൊരു 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല പാലക്കാടൻ മട്ട അരി അതും ഈ നമ്മുടെ വെജിറ്റബിൾ മിക്സിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്താ പറയുക, വറുത്തെടുക്കാന്ന് അറിയില്ലേ, നല്ലപോലെ വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ പോകാമെന്നറിയില്ല, അതുപോലെ നല്ലപോലെ വറുത്തെടുക്കുക. എന്നിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള 2 കപ്പ് അരിയാണ്. അതിന് വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 4 കപ്പല്ല, 3 കപ്പ് വെള്ളവും പിന്നെ 1 കപ്പ് തേങ്ങാപ്പാലുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അതും ആ റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ദമ്മ് ചെയ്തെടുക്കാം റൈസിനെ. ഇതിന് ശേഷം ഞാൻ റൈസിനെ ഇളക്കുന്നില്ല കേട്ടോ, അടച്ചു വെച്ച് വേവിക്കുകയാണ്. നല്ലപോലെ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുത്തോളൂ. നമ്മളെ സാധാ റൈസ് ആയതുകൊണ്ട് സമയം എടുക്കും.
ഏകദേശം നമ്മുടെ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ചിക്കനില്ലേ, അതിനെ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ മേലേക്ക് നല്ല പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനെല്ലാം നല്ല പോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി ആ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നുള്ള ഒരു ഇത് വലിയുന്നത് വരെ ഒരു 5 മിനിറ്റ് കൂടി ചെറിയ തീയിലൊന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം വീണ്ടും ഞാൻ അത് തുറന്നിട്ട് നമ്മുടെ ഗാർണിഷുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നേരത്തെ നമ്മൾ വെണ്ടക്ക ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 കളറുള്ള ക്യാപ്സിക്കം ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതും ഇട്ട് കൊടുത്തിട്ട് ഞാൻ കവർ ചെയ്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റും കൂടി ഞാൻ ദം ചെയ്തെടുക്കും. ഏകദേശം ദമ്മിൽ ഒരു 25 മിനിറ്റിൻ്റെ അടുത്ത് മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ പേല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എന്ത് രസമാണെന്ന് നോക്കിയത്. നമുക്ക് പതുക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ചോറെല്ലാം നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട് നല്ല പോലെ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചിക്കൻ പേല ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എൻ്റെ കമൻറ്റിൽ പറയാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.